ഹലോ 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 എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം യൂട്യൂബ് ചാനലിലേക്ക്. ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണേ? പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ കൂടെ അല്ല കേട്ടോ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഫ്രണ്ട്സ് ആണെങ്കിലും അറിയാവുന്നവരാണെങ്കിലും കോൺടാക്ട് ഉള്ളവരാണെങ്കിലും വാട്സാപ്പിൽ കൂടെ ചോദിക്കും, ഇത് ചെയ്യാവോ അത് ചെയ്യാവോ എന്ന്. ഞാൻ അവരോട് പറയും, യൂട്യൂബിൽ കമൻ്റ് ആയിട്ടിട്, എല്ലാവരും കാണട്ടെ എന്നുള്ളത്. ആരും ഇടുന്നില്ല. അപ്പം അങ്ങനെ കുറേ ചോദ്യങ്ങൾ വന്നു, അല്ലെങ്കിൽ കുറേ റിക്വസ്റ്റ് വന്നു. അങ്കമാലി മാങ്ങാക്കറി, അത് ഒരുപാട് റെസിപ്പീസ് കിടപ്പുണ്ട്. അപ്പോൾ അവർ ചോദിച്ചത് എൻ്റെ വേർഷൻ എന്ന് വെച്ചാൽ ഞാനെല്ലാം അതിൻ്റെ ഒറിജിനാലിറ്റിയിൽ നിന്ന് കുറച്ചൊന്ന് വല്ലതുമൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്, കുറച്ചുകൂടെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് അവർ ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെ അത് മനസ്സിലുണ്ട്. ഇന്നലെ കടയിൽ പോയപ്പം നല്ല മാങ്ങ കണ്ടു. അപ്പോൾ തോന്നി ചെയ്തേക്കാന്ന്. മാങ്ങ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നാടൻ ഷേപ്പുള്ളൊരു മാങ്ങ കിട്ടി. നല്ല പച്ചമാങ്ങ. നോക്ക്, അങ്കമാലി മാങ്ങാക്കറി. അതിന് വേണ്ടത് മാങ്ങയും ഉള്ളിയാണ് അതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമുക്ക് ഈ എൻ്റെ സ്പെഷ്യൽ അങ്കമാലി മാങ്ങാക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് പുളിയില്ല, നല്ല ടേസ്റ്റ് ആകട്ടോ. അങ്ങനെ വെറുതെ തിന്നാൻ തോന്നും. അപ്പോൾ ഇത് പാൻ ചെയ്യുമ്പോഴത്തേക്കും ഒന്നുമില്ല വിനാഗിരി അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ലേശം കൂടുതൽ വേണം. ഇച്ചിരി പുളി വേണമല്ലോ മാങ്ങ കറിക്കാൻ. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടികളിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. മാങ്ങ മുറിച്ചത് കണ്ടു, ഉള്ളി, ഇഞ്ചി, നാരങ്ങാനീര്, പച്ചമുളക്, വെളിച്ചെണ്ണ, ഈ ഉള്ളി വറുത്ത് ചേർക്കാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില വേണം, ഉണക്കമുളക് വേണം, പൊടികളും വേണം. നമുക്ക് മാങ്ങക്കറിയിലോട്ട് കിടക്കാം. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിപ്പൊടി, മുളക് പൊടി, എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടുക. മഞ്ഞൾപ്പൊടി, നമുക്ക് മഞ്ഞൾപ്പൊടി ലേശം കൂടുതൽ വേണം, മഞ്ഞ കളർ വേണമല്ലോ. പെരിഞ്ജീരകപ്പൊടി, ഉലുവാപ്പൊടി, ഇത്രയും ഇട്ട് ഒന്ന് ഞെരടുക. ഞാനെപ്പോഴും പറയാമല്ലേ, ഉള്ളി ഇടുമ്പം ഞെരടി ഇടണമെന്ന്. ഇതൊരു ഡബിൾ ഞെരടിൽ വേണം. അപ്പം തന്നെ നല്ല മണമുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഞെരടിൽ കഴിഞ്ഞു. നമ്മൾ മാങ്ങ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. വെളിച്ചെണ്ണ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് അല്ലേ. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്, അധികം കട്ടിയില്ലാത്ത പാൽ. എന്നിട്ട് അവസാനം കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ മുറിച്ചപ്പോൾ പറഞ്ഞ പോലെ പുളിയില്ലാത്ത കൊണ്ട് നാരങ്ങാനീര്, ഉപ്പ്. ഇനി തീ ഓണാക്കുന്നു. നമ്മളൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി തിളച്ച് വേകുന്നവരെ അതിൻ്റെ പാട്ടിന് വിടുക. മ്യൂസിക്കിനല്ല, അതിൻ്റെ വഴിക്ക്. പക്ഷേ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. രണ്ടാം പാല് ഒന്ന് ഇളക്കുക. എങ്ങനെയുണ്ട് നോക്കാം. നല്ലോണം തിളച്ചിട്ടുണ്ട്. മാങ്ങ വെന്തോ. അപ്പം മാങ്ങ പറയും എന്തോ വെന്തു എന്ന് പറയും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മുടെ തിക്ക് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കും. ഇത് പൊടി കലക്കിയതാണ് കേട്ടോ, തേങ്ങ ചുരണ്ടി പിഴിഞ്ഞെടുത്തല്ല. അതിനുള്ള മസാലൊന്നും ഇപ്പം ഇല്ല. കട്ടിപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരണം. നല്ലോണം വേണം, തിളയ്ക്കണം. ആനേ അല്ല, മാങ്ങ. ഞാൻ വറുത്തും കൂടെ ഇട്ടാൽ അടിപൊളി. ഒത്തള നല്ലോണം വന്നിട്ടുണ്ട്. നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുന്നു. എന്നിട്ട് വറക്കാനുള്ളതിലേക്ക് കടക്കുന്നു. വറുക്കാനായിട്ട് വെളിച്ചെണ്ണ, ഉണക്കമുളക്. മുളകൊന്ന് ചൂടായി വരുമ്പോൾ നല്ല വറുത്ത ടേസ്റ്റ് വരണം മുളകിൻ്റെ. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി. ഇത് ശരിക്കും ചെറിയ ഉള്ളിയാണ് വേണ്ടത്, ചുവന്നുള്ളി. കഷ്ടകാലത്തിന് ഇവിടെ ചെറിയ ഉള്ളി ഇല്ലായിരുന്നു, കടയിൽ പോയപ്പോഴും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ സവോള ചെറുതായിട്ട് അരിഞ്ഞ് ചെറിയ ഉള്ളിയാണെന്ന് സങ്കല്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചിക്കി ചകഞ്ഞ് അതിനെ ഒന്ന് സന്തോഷിപ്പിച്ച് ചേർക്കാൻ നോക്കുകയാണ്. ഇത് നല്ലോണം ക്രിസ്പി ആകണം. ഉള്ളി പെട്ടെന്ന് വഴണ്ട് ക്രിസ്പി ആകാനിട്ട് ഐഡിയ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കറിയിൽ ഉപ്പ് കൂടുതലുണ്ടെങ്കിൽ ഇതിനകത്ത് ഉപ്പിട്ടേക്കല്ലേ. പിന്നെ ഉപ്പിൻ്റെ ഉപ്പിൻ്റെ വേറെ വല്ല പേരുമൊക്കെ വിളിക്കും. ഉള്ളി നല്ലോണം ചുമന്ന്
ക്രിസ്പി ആകുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. അതും ഒന്ന് ചൂടായി അതിൻ്റെ ഫ്ലേവർ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ എന്താ ചെയ്യുക, ഒരു നുള്ള് ഉലുവപ്പൊടി അതും കൂടെ ഇട്ടൊന്നും ഇങ്ങോട്ട് മൂപ്പിച്ച് തീ ഓഫ് ചെയ്യും. അതിലേക്ക് നമ്മുടെ ഇത് ആൾക്കാർ ചെയ്യാത്താണ്, ഞാൻ അതിൻ്റെ ചാറ് ഇതിലേക്ക് ഒഴിക്കുന്നു, മിക്സ് ചെയ്യുന്നു. എന്നിട്ട് ഇതാണ് ഞാൻ തിരിച്ച് ഇതിലേക്ക് ഒഴിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കടുക് വറുക്കുക ഇങ്ങനെ വറുത്തതിലേക്ക് നമ്മുടെ ചാറ് ഒഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവർ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി റെഡി. ഇനി ഇത് ട്രൈ ചെയ്യാൻ എന്താ വേണ്ടത്? മട്ട അരിയുടെ ചോറ്, അങ്കമാലി മാങ്ങാക്കറി. നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. മട്ട അരിയുടെ ചോറ് ഇത് കുറച്ചങ്ങനെ അതിൻ്റെ പൊക്കത്തിലോട്ട് വിളമ്പുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാങ്ങയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. പറഞ്ഞില്ല പുളിയധികം ഇല്ലാന്ന്, ഒരു ലേശം മധുരം എന്നിട്ടുണ്ട്. ചോറും കൂടെ ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. എന്താ ടേസ്റ്റ്! പിന്നെ അതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോ? ഇല്ല, മട്ടരി ചോറിൻ്റെ കഞ്ഞി വെള്ളത്തിൽ അങ്കമാലി മാങ്ങാക്കറിയുടെ ചാറും കുറച്ച് ഉപ്പും കൂടെ ഇട്ട്, അതും സൂപ്പർ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനകത്ത് ശരിക്കും, അതായത് ഒറിജിനൽ റെസിപ്പി എന്ന് പറയുന്നതിനേക്കാളും 1-2 സംഗതികൾ ഞാൻ വ്യത്യസ്തമായിട്ട് ഇട്ടിട്ടുണ്ട്, കൂടുതലിട്ടിട്ടുണ്ട്. ഇത് ശരിക്കും അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് എന്താണ് എന്ന് കമൻ്റ് ഇടുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് ഏതാണ് ബെറ്റർ, ഏതാണ് നല്ലത് എന്നും കൂടെ കമൻ്റ് ഇടുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവരോടൊക്കെ പറഞ്ഞേക്കാം, ഇത് കാണും, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ഹാപ്പി കുക്കിംഗ്.